പുറത്തു നിന്നുള്ള MP നമ്മുടെ ET മുഹമ്മദ് ബഷീർ കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അല്പസമയം മുൻപ്. അതിനുശേഷം ET മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം. അത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൂടി അദ്ദേഹം വസ്തുതാപരമായി പറയേണ്ട. അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗത്തു നിന്നൊരു സംഗതിയെ ന്യായീകരിക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇതിൻ്റെ ഗൗരവാവസ്ഥ സംബന്ധിച്ച് വളരെ ഉത്തരവാദിത്തപ്പെട്ട ചില തീരുമാനങ്ങൾ തന്നെയാണ് അദ്ദേഹം എടുക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാം. ഇതിൽ എൻ്റെ ലെറ്ററിൽ എല്ലാം പറഞ്ഞിരുന്നൊരു കാര്യം, ഇതിൽ സംഭവിച്ച സംഗതി എന്താണ്. ഇപ്പോൾ മലപ്പുറം ജില്ലാ സംഭവം മാത്രമല്ല, കോഴിക്കോടും മറ്റ് കാസർഗോഡ് അടക്കമുള്ള സ്ഥലങ്ങളിൽ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ദുരന്തം എങ്ങനെ വന്നു, ആര് ഉത്തരവാദി എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കണമെന്നായിരുന്നു എല്ലാവരും ആവശ്യപ്പെട്ടത്. ഞാനും ആവശ്യപ്പെട്ടത്. നമ്മൾ പ്രധാനൻ്റെ കത്തിൻ്റെ കോപ്പി നിങ്ങൾക്ക് വേറെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിലും പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ള സംഗതി, വളരെ വലിയൊരു ദുരന്തം വരുമായിരുന്ന സംഗതി പ്രവർത്തനമെല്ലാം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇടിഞ്ഞു വീണത്, അതിൻ്റെ കാര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കണം, ബന്ധപ്പെട്ട ആളുകൾ വരുന്ന നടപടിയെടുക്കണം എന്നിത്യാദി കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ ലെറ്ററിലും അത് പറഞ്ഞിരുന്നു. മിനിസ്റ്റർ വളരെ ഗൗരവത്തിലാണെന്ന് കണ്ടത്. അദ്ദേഹം പറഞ്ഞു ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കും. IIT-യിലെ വിദഗ്ധന്മാരെ കൂട്ടി കമ്മിറ്റി ഫോം ചെയ്യാൻ പോവുക എന്ന് അദ്ദേഹം പറഞ്ഞു. മാത്രമല്ല, ഇതിൽ കരാറുകാരനുണ്ട്, ഒരു KN റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഡിബാർ ചെയ്യുന്ന നടപടി അടക്കം ചെയ്യും.